ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ജനീവയിൽ വെച്ച് നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചകൾ അവസാനിക്കും മുൻപേ തന്നെ മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പലുകൾ മുങ്ങും. മാരകമായ ആക്രമണത്തിന് അവിടെ തുടക്കമിടുകയാണ് ഇറാൻ. അമേരിക്കയുമായി ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഹോർമുസ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ സൈനിക അഭ്യാസം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കടലിൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന ഇറാന്റെ സൈന്യം വലിയ രീതിയിൽ ഭയപ്പാടിലാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ഭയന്നിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കും ഇത് വലിയ ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു വസ്തുതയായി മാറുകയാണ്. ഇതോടെ ഇറാൻ എന്തിനും ഏതിനും സജ്ജമാകുന്നത് തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ വെളിവാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ജനീവയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒമാനി അംബാസഡർമാരുടെ വസതിയിലാണ് ചർച്ച. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇറാനിൽ നിന്നും ഇപ്പോൾ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നയതന്ത്ര പ്രതിനിധി സംഘം ഉണ്ടെങ്കിൽ പോലും താൻ നേരിട്ടില്ലെങ്കിലും ചർച്ചയിൽ ഭാഗമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചർച്ച തുടങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപാണ് ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ്സുകൾ സൈനിക അഭ്യാസം നടത്തിയതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകളാകട്ടെ ഹോർമുസ് കടൽ ഇടുക്കിൽ നിശ്ചയിച്ച ലക്ഷ്യത്തിൽ കൃത്യമായി തന്നെ പതിച്ചു എന്നതാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായി തന്നെ അവിടെ ഇതുവഴിയുള്ള ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ജനീവയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്നാണ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക ആക്രമണം നടത്തിയാൽ ഹോർമുസ് കടലിടുക്ക് വഴി വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തടയുമെന്നും പ്രത്യാക്രമണം നടത്തും എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ യുദ്ധമോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലോ ഉണ്ടാകുന്നു എന്ന നിലപാടിലാണ് ഇപ്പോൾ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ. ഇതാണ് ആണവ വിഷയത്തിൽ ഇറാനെയും അമേരിക്കയും ഒരു വലിയൊരു മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് താൻ വിശ്വസിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് വ്യക്തമാക്കിയത്. ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹമാകട്ടെ ചർച്ചയിൽ താൻ പരോക്ഷമായി തന്നെ ഇടപെടുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഒരു കരാറിൽ എത്താത്തതിന്റെ അനന്തര ഫലങ്ങൾ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തപ്പോൾ ചർച്ചയിൽ സ്വീകരിച്ച ആ കടുത്ത നിലപാടിന്റെ അനന്തരഫലം ഇറാൻ പഠിച്ചു വരികയാണ്. ഇല്ലാതാക്കാൻ B-2 വിമാനങ്ങളെ അയക്കുന്നതിന് പകരം തന്നെ ഒരു കരാർ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് B-2 വിമാനങ്ങൾ അയക്കേണ്ടി വന്നുവെന്നും അതിനാൽ തന്നെ കരാറിൽ എത്തിയില്ല എങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇറാൻ വലിയ രീതിയിൽ ബോധവാന്മാരാകണം എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആണവ വിഷയത്തിൽ കൂടുതൽ യാഥാർത്ഥ്യ ബോധമുള്ള നിലപാടിലേക്ക് നീങ്ങി എന്നതാണ് തങ്ങൾ വിശ്വസിക്കുന്നതായി തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.